ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊല്ലത്ത് വൻ ലഹരി വേട്ട. 300 ഗ്രാം MDMA-യുമായി 2 പേർ പോലീസ് പിടിയിൽ. മുട്ടക്കാവ് സ്വദേശികളായ സാബിറ റൂഫ്, ഫേലിയാസ് തങ്ങൾ, നജ്മൽ എന്നിവരെയാണ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കൊട്ടിയത്തേക്ക് കാറിൽ പോകവെയാണ് പിടികൂടിയത്. വിപണിയിൽ 20 ലക്ഷം രൂപ വില വരും. ചാത്തന്നൂർ സബ് ഡിവിഷന്റെ കീഴിലുള്ള, അതായത് എൻ്റെ സബ് ഡിവിഷനിലുള്ള ഡാൻസ് ഓഫ് ടീമിന്റെ അംഗങ്ങളും ഞാനും ചേർന്ന് നടത്തിയൊരു ഓപ്പറേഷനാണ്. അതിൽ 300 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. അതിലെ പ്രതികൾ സാബിറ റൂഫ്, ഫേലിയാസ് തങ്ങൾ, നജ്മൽ എന്നിവരാണ്. ഇവർ മുട്ടയ്ക്കാവ് സ്വദേശികളാണ്. വെളുപ്പിന് 3 മണിക്കാണ് അതിൻ്റെ ഓപ്പറേഷൻ നടന്നത്. അതിൽ 300 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. ബാക്കി പ്രൊസീജിയർ നടന്നു വരികയാണ്. ദിലീപ് ദേവസ്യയുടെ വിശദാംശങ്ങൾ നൽകാൻ. ദിലീപ്, കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിനൊടുവിൽ തന്നെയാണോ പിടിയിലായത്? ഗുഡ് മോർണിംഗ് സുധി. ഇന്ന് പുലർച്ചെ മൈലാപ്പൂർ തൈക്കാവ് ജംഗ്ഷനിൽ നിന്നാണ് ജില്ലയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയുള്ള MDMA പിടികൂടിയത്. 300 ഗ്രാം MDMA ആയിട്ടാണ് ഈ 2 പേർ പിടിയിലായത്. മുട്ടക്കാവ് സ്വദേശികളായ സാബിറ റൂഫ്, എലിയാസ്, നജ്മൽ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. ചാത്തന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ്, ഡെൻസാഫിനൊപ്പം ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. നേരത്തെ തന്നെ ഇങ്ങനെ ലഹരിയുമായി ഇവർ വരുന്നു എന്നുള്ളൊരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബംഗളൂരുവിൽ നിന്ന് കാറിൽ കൊണ്ടുവരികയായിരുന്ന ലഹരി അത് കൊട്ടിയത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്താണ് ഡെൻസഫും കൊട്ടിയം പോലീസും ചേർന്ന് ഇവരെ പിടികൂടുകയും ചെയ്ത്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇവരെ പിടികൂടുകയും ചെയ്തത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് ആർക്ക് വിൽപ്പന നടത്താൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ കൊല്ലത്ത് പിടിയിലായ 2 യുവതികളടക്കം ബംഗളൂരുവിൽ നിന്ന് ലഹരി കൊണ്ടുവരുന്നു എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെ ലഹരി കൊണ്ടുവരുന്ന ഒരു സ്ഥലമായി ബംഗളൂരു കാണിച്ചെങ്കിലും ഇത് ഇവിടെ ആർക്ക് ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റി ആർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്? ചില്ലറ വിൽപ്പനക്കാരാണോ? ഇവരുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഏജന്റുകാർ പ്രവർത്തിക്കുന്നുണ്ടോ? യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുകയാണോ? അങ്ങനെ അത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനമായിട്ടും ഈ ഒരു അന്വേഷണം നടത്തുക. അതുകൊണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് പ്രതികൾ പിടിയിലായത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. ശ്രുതി, കീർത്തന. ഓക്കെ, വ്യക്തമാണ്. ദിലീപ് ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.